ഒരു ജനതയുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. ബേഡെടുക്ക മുളിയാർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചൊട്ടപ്പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. 18 കോടി 30 ലക്ഷം രൂപ ചെലവിലാണ് പയസിനി പുഴയ്ക്ക് കുറുകെ റോഡ് പാലം നിർമ്മിച്ചത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. 2016 നിലവിൽ വന്ന കിഫ്ബി ഫണ്ടിലൂടെ 10 വർഷം കൊണ്ട് സംസ്ഥാനത്തിന്റെ വികസനത്തിൽ വലിയ കുതിപ്പാണുണ്ടായതെന്ന് സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത്. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം 46,145 കോടി രൂപയുടെ 528 പദ്ധതികൾ കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി നടപ്പിലാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. ബേഡെടുക്ക മുളിയാർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചൊട്ടപ്പാലം വീഡിയോ കോൺഫറൻസിംഗ് വഴി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച മുന്നേറ്റം ഈ നാട് അറിഞ്ഞതാണ്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിന് കുഴപ്പമുണ്ടായില്ല, പക്ഷെ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പൊ അത് 60% ആയി എന്ന സന്തോഷവരെ അറിയിക്കുകയാണ്. രണ്ടായിരത്തി 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്. ചടങ്ങിൽ മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CJ കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാരടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C ബാലൻ, മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി, ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രാധ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AP നിഷ, ബേഡെടുക്ക പഞ്ചായത്ത് അംഗം പ്രശാന്ത് പൈറ്റിയാൽ, മുളിയാർ പഞ്ചായത്ത് അംഗം K പ്രഭാകരൻ, ജില്ലാ ആസൂത്രണ സമിതി സർക്കാർ നോമിനി C രാമചന്ദ്രൻ, ചൊട്ടപ്പാലം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മോഹനൻ നായർ പാലക്കൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി M മാധവൻ എന്നിവർ സംസാരിച്ചു. ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ E കുഞ്ഞിരാമൻ സ്വാഗതവും KRFB കാസർഗോഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. പാലത്തിനു വേണ്ടി സ്ഥലം വിട്ടു നൽകിയ മോഹനൻ പാലക്കൽ ഉൾപ്പെടെയുള്ള 26 പ്രദേശവാസികളെയും പാലത്തിന്റെ പണി സമയബന്ധിതമായി പൂർത്തീകരിച്ച ജാസ്മിൻ കൺസ്ട്രക്ഷനെയും മേൽനോട്ടം വഹിച്ച കിഫ്ബി കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രതിനിധികളെയും ചടങ്ങിൽ ആദരിച്ചു. 2 ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങളുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് പുതുവഴിയൊരുക്കുകയാണ് ചൊട്ടപ്പാലം. പയസിനിപ്പുഴയ്ക്ക് കുറുകയായി മുളിയാർ ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം നാട്ടുകാരുടെ കാലങ്ങൾ നീണ്ട കാത്തിരിപ്പാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ചൊട്ടപ്പാലം നിലവിൽ വന്നതോടെ കുണ്ടംകുഴിയിൽ നിന്നും ഇരിയണിയിലേക്കുള്ള ദൂരം 8 കിലോമീറ്ററിലേറെ കുറഞ്ഞു. 2023 മെയ് മാസത്തിലാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പാല നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് തറക്കല്ലിടുന്നത്. ആ വർഷം തന്നെ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ഇങ്ങോട്ടുള്ള 2.5 വർഷം കൊണ്ട് തന്നെ പാലത്തിൻ്റെ എല്ലാ പണികളും പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നതും അഭിനന്ദനീയമാണ്. കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 18 കോടി 30 ലക്ഷം രൂപ ചെലവിലാണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. 130 മീറ്റർ നീളത്തിലുള്ള പാലത്തിന് 5 സ്പാനുകളുണ്ട്. 11 മീറ്ററാണ് വീതി. ഇതിൽ 7.5 മീറ്റർ റോഡും ബാക്കി ഇരുവശങ്ങളിലും നടപ്പാതകളുമാണ്. പാലത്തിൻ്റെ 2 ഭാഗങ്ങളിലും ഓരോ കിലോമീറ്റർ അപ്രോച്ച് റോഡും നിർമ്മിച്ചിട്ടുണ്ട്. കിലോമീറ്ററുകളോളം താണ്ടി കുറ്റിക്കോൽ വഴി ഇരിയണ്ണി പോകുന്നവർക്കും പൊയ്നാച്ചി വഴി കാസർഗോഡ് പോകുന്നവർക്കുമെല്ലാം വലിയ ആശ്വാസമാവുകയാണ് ചൊട്ടപ്പാലം. ഒറ്റപ്പെട്ട് കിടന്ന ചൊട്ടയിലെ ജനങ്ങൾക്ക് 2 ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഇനി മുതൽ ഈ പാലത്തിലൂടെ യഥേഷ്ടം സഞ്ചരിക്കുകയും ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കുറ്റിക്കോൽ.